ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മോറൽ ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ്. ഓൾറെഡി മോറൽ ഡെവലപ്മെൻറ്റ് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറച്ചായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലൊക്കെ എന്താണ് മോറൽ ഡെവലപ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് മോറൽ ബിഹേവിയർ ആൻഡ് മോറൽ കോൺസെപ്റ്റ് ദാറ്റ് ഈസ് എ സോഷ്യൽ ബിഹേവിയർ എന്നാണ് പറയുന്നത്. മോറൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പെരുമാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മോറൽ ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ സോഷ്യൽ ബിഹേവിയർ എന്നാണ് മോറൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് അപ്പം ഈ പല ആൾക്കാരും അല്ലെങ്കിൽ പല സൈക്കോളജിസ്റ്റും ഈ മോറൽ ഡെവലപ്മെൻറ്റ് പല കാഴ്ചപ്പാടിലാണ് കണ്ടിരിക്കുന്നത്. കോൾബർഗ്, പിയാഷെ, ഫ്രൂഡ് ഇവരൊക്കെ 3 രീതിയിലാണ് 3 പേരും മോറൽ ഡെവലപ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രൂഡ് മോറൽ ഡെവലപ്മെൻറ്റിനെ പറയുന്ന പേരാണ് സൈക്കോ അനലറ്റിക്കൽ തിയറി എന്നാണ് ഫ്രൂഡ് മോറൽ ഡെവലപ്മെൻറ്റിനെ വിശദീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഈഗോ, സൂപ്പർ ഈഗോ. അക്കോർഡിംഗ് ടു ഫ്രൂഡ് 3 parts ഓഫ് പേഴ്സണാലിറ്റി ഗൈഡ്സ് ചിൽഡ്രൻ മോറൽ ബിഹേവിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോറൽ ഡെവലപ്മെൻറ്റിന്, അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് 3 വ്യത്യസ്ത ഭാഗങ്ങളായിട്ടാണ് മോറൽ ഡെവലപ്മെൻറ്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ഈഗോ അല്ലെങ്കിൽ സൂപ്പർ ഈഗോ, അത് മാത്രമേ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. 3 ഭാഗങ്ങളിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ പറയുന്നത്. പ്രീ പ്രൈമറി സെക്ടറിൽ ഒരു ഭാഗം മാത്രമാണ് പറയുന്നത്, ഈഗോയും സൂപ്പർ ഈഗോ. ഇപ്പോൾ കുട്ടികളുടെ പെരുമാറ്റത്തെ മോറൽ ബിഹേവിയർ കൂടുതലായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ ക്ലാസ്സിലിരുന്നാൽ പോലും അവരുടെ ബിഹേവിയർ പലരുടെയും പലതായിരിക്കും അല്ലേ. അവർ സംസാരിക്കുന്നത് ഒരാൾ ഒരു ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും, അടുത്ത ആളും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അങ്ങനെ എല്ലാവരുടെയും മോറൽ ബിഹേവിയർ ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഫ്രൂഡ് പറയുന്ന സൈക്കോ അനലിറ്റിക്കൽ തിയറി. അടുത്തതാണ് ജീൻ പിയാഷെ. ഇതോടെ പിയാഷെ പറയുന്നത്, പിയാഷയുടെ കണ്ണിൽ എന്താണ് മോറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. അടുത്തത് കൺസ്ട്രക്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഇൻ വിച്ച് ദി ചിൽഡ്രൻ ആക്റ്റീവ്ലി അറ്റൻഡ് ടു ആൻഡ് വെയ്റ്റ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സിറ്റുവേഷൻ ഇൻ സോഷ്യൽ കോൺഫ്ലിക്റ്റ് അറൈസ് ആൻഡ് ഡ്രൈവ് ന്യൂ മോറൽ ഇൻസൈറ്റ്സ് എന്നാ പറഞ്ഞത്. കുട്ടികൾ തങ്ങൾ നേരിട്ട് ഓരോ കാര്യങ്ങളിൽ നിന്ന് അറിവ് ഉൾക്കൊണ്ട് അതിൽ നിന്നും അവൻ്റെ മോറൽ ബിഹേവിയറിനെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് അവനവൻ തന്നെയാണ് അവൻ്റെ മോറൽ ബിഹേവിയർ ഉണ്ടാകുന്നത്, അവനവൻ്റെ ക്യാരക്ടർ അനുസരിച്ചാണ് മോറൽ ബിഹേവിയർ ഉണ്ടാകുന്നതെന്നാണ് പിയാഷെ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ കോൺസെപ്റ്റ്, അവൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ അവൻ തന്നെയാണ് ലേൺ ചെയ്യുന്നത്, സ്വന്തമായിട്ടാണ് അവൻ ഓരോ കാര്യങ്ങളും പഠിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അല്ലാതെ മറ്റൊരാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല, സ്വന്തമായിട്ട് എന്താ ചെയ്യുന്നത്, പഠിപ്പിച്ചു കൊടുത്ത് അതിൻ്റെ അകത്തു നിന്നാണ് അവർക്ക് ഓരോ സ്വന്തമായിട്ടാണ് ബിഹേവിയർ ഉണ്ടാകുന്നതെന്നാണ് പിയാഷെ പറയുന്നത്. ഈ പിയാഷെ തന്നെ ഇതിനെ 4 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഒക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മോറൽ ഡെവലപ്മെൻറ്റിനെ 3 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 3 സ്റ്റേജസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജ് ആണ് ദ സ്റ്റേജസ് ഓഫ് അനോണമസ് മൊറാലിറ്റി. അനോണമസ് മൊറാലിറ്റി എന്ന് വെച്ചാൽ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും എന്താണെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അതായത് ജീവനില്ലാത്ത വസ്തു അല്ലെങ്കിൽ ജീവനുള്ള വസ്തു, അത് 0 to ജനനം മുതൽ 5 വയസ്സ് വരെയാണ് കുട്ടി ലിവിങ് തിങ്സ് അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സിനെയൊക്കെ പറ്റി കുട്ടി കൂടുതലായിട്ടും അറിഞ്ഞു തുടങ്ങുന്നത്. അത് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലാണെന്നാണ് ആര് പറയുന്നത്, ജീൻ പിയാഷെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേജ് ആണ്, രണ്ടാമത്തെ സ്റ്റേജാണ് ദ സ്റ്റേജസ് ഓഫ് ഹെട്രോണമസ് മൊറാലിറ്റി. 5 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഹെട്രോണമസ് മൊറാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഹെട്രോണമസ് മൊറാലിറ്റി? അതായത് അവരുടെ കുട്ടിക്കാലത്ത് അവരെന്ത് പഠിക്കുന്നു അതാണ് അവരുടെ മോറൽ ബിഹേവിയറിനെ നയിക്കുന്നതെന്നാണ് ഈ ഹെട്രോണമസ് ബിഹേവിയറിൻ്റെ അകത്ത് അല്ലെങ്കിൽ മൊറാലിറ്റിക്കകത്ത് പറയുന്നത്. ഇത് 5 മുതൽ 13 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇങ്ങനെയൊരു ബിഹേവിയർ ഉണ്ടാകുന്നതെന്നാണ് ജീൻ പിയാഷെ പറയുന്നത്. ഈ ഹെട്രോണമസ് മൊറാലിറ്റിയെ 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്, അതോറിറ്റി ആൻഡ് റെസിപ്രോസിറ്റി. 5 മുതൽ 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ അതോറിറ്റി ഹെട്രോണമി ഉള്ളവരും, അതായത് നമുക്ക് കിട്ടുന്ന റിവാർഡ്സിനനുസരിച്ചായിരിക്കും കുട്ടികൾ ഓരോ കാര്യങ്ങളും അവരുടെ ബിഹേവിയർ ഇങ്ങനെയായിരിക്കും. ഇപ്പം അവർ നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടുന്നു, ഒരു റിവാർഡ്സ് കിട്ടുന്നു, റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നതിലൂടെയാണ് അവരുടെ സ്വഭാവ രൂപീകരണം എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ജീൻ പിയാഷെ പറഞ്ഞിരിക്കുന്നത്.
ഹെട്രോണമി റെസിപ്രോസിറ്റി. ഹെട്രോണമി റെസിപ്രോസിറ്റിക്കകത്ത് പറയുന്നത് അവർ നല്ലതായിട്ട് കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ റെസിപ്രോസിറ്റി. അവൻ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ അല്ലെങ്കിൽ അവൻ ചെയ്ത കാര്യങ്ങൾ തെറ്റാണോ എന്ന് അവൻ തന്നെ വിലയിരുത്തുന്ന സ്റ്റേജാണ് 8 മുതൽ 18 വരെ ഹെട്രോണമി റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജാണ് തേർഡ് സ്റ്റേജ്, ദ സ്റ്റേജ് ഓഫ് ഓട്ടോണമസ് മൊറാലിറ്റി. ഓട്ടോണമസ് മൊറാലിറ്റി എന്ന് പറയുന്നത് നീതിബോധം. അവരുടെ ഉള്ളിലൊരു നീതിബോധം ഉണ്ട്. നീതിബോധത്തെ വളർത്തിയെടുക്കും. നമുക്ക് കുറച്ചധികം എന്താ പറയേണ്ട വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിനെയൊക്കെ കുട്ടികൾ മനസ്സിലാക്കി കൊടുക്കുക. നമുക്കിപ്പോൾ ക്ലാസ്സിൽ കയറാനാണെങ്കിലും ഒന്ന് എന്താ പറയുന്നു, ക്ലാസ്സിൽ കയറിക്കോട്ടെ മിസ്സേ, അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോയിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു എന്താ മൊറാലിറ്റി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സ്റ്റേജസ് ഓഫ് ഓട്ടോണമസ് മൊറാലിറ്റി. അത് 13 മുതൽ 18 വയസ്സ് വരെയാണ്. കുട്ടികൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങും. 18 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരു ഐഡിയ ആയ സ്റ്റേജാണ് ഏതെന്ന് പറഞ്ഞത്, ഓട്ടോണമസ് മൊറാലിറ്റി, അല്ലെങ്കിൽ 13 മുതൽ 18 വയസ്സ് വരെ അല്ലേ, ഈ ഒരു കാലഘട്ടത്തിൽ നിന്നാണ്. അപ്പോൾ പിയാഷയുടെ കാഴ്ചപ്പാടിൽ പിയാഷെ മോറൽ ഡെവലപ്മെൻറ്റ് ഈ 3 സ്റ്റേജസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അടുത്തതാണ് കോൾബർഗിൻ്റെ കാഴ്ചപ്പാട്. കോൾബർഗിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇദ്ദേഹം പറയുന്നത് 3 ലെവൽസ് ഉണ്ട്. 3 ലെവൽസ് ആയിട്ടാണ് മോറൽ ഡെവലപ്മെൻറ്റിനെ അദ്ദേഹം കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലെവലാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ആണ്. പ്രീ കൺവെൻഷണൽ സ്റ്റേജ് 4 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ പ്രീ കൺവെൻഷണൽ സ്റ്റേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെവൽ 2 ആണ് കൺവെൻഷണൽ ലെവൽ, അതായത് 10 മുതൽ 13 വയസ്സ് വരെ. അടുത്ത ലെവലാണ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ, എബവ് 13 ഇയേഴ്സ്, എബവ് 13 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളെ. ഈ ഓരോ ലെവൽസിൻ്റെ കീഴിലും ഇതിനെ 2 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഈച്ച് സ്റ്റേജസ് 2 സ്റ്റേജസ് ഉണ്ട്. അതായത് സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം സ്റ്റേജ് 3ഉം സ്റ്റേജ് 4ഉം സ്റ്റേജ് 5ഉം സ്റ്റേജ് 6ഉം. ലെവൽ 1ലെ 2 സ്റ്റേജസ് ആണ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന 2 സ്റ്റേജസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ. കുട്ടികൾക്കറിയാം, ഇപ്പോൾ 4 മുതൽ ഒരു 10 വയസ്സുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നോ പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ളൊരു അറിവ് കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 1 പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റേജ് 2 ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ആണ്. അതായത് കുട്ടിക്ക് ഒരു റിവാർഡ് കിട്ടും. ഞാൻ നല്ല കാര്യം ചെയ്താൽ, ഞാൻ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ അമ്മ എനിക്കൊരു ഗിഫ്റ്റ് തരും അല്ലെങ്കിൽ അച്ഛൻ എനിക്കൊരു ഗിഫ്റ്റ് തരും എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് ഇൻസ്ട്രുമെൻ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലെവൽ 2 കൺവെൻഷണൽ ലെവൽ. കൺവെൻഷണൽ കുട്ടികൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്നെ കൂടുതൽ പ്രശംസിക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. കുട്ടികൾ കൂടുതലായിട്ടും ഈ ഗിഫ്റ്റും അതായത് ട്രോഫിയൊക്കെ കിട്ടാനായിട്ട് കൂടുതൽ ആകാംക്ഷ കാണിക്കുന്ന ഒരു സ്റ്റേജാണ് കൺവെൻഷണൽ ലെവൽ. അതായത് 10 മുതൽ 13 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നത്. അതാണ് സ്റ്റേജ് 3ൽ ആ ലെവലിലുള്ള കുട്ടികൾ സ്റ്റേജ് 3ൽ ഇൻ്റർപേഴ്സണൽ കോൺകോർഡൻസ് ഓറിയൻറ്റേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻ്റർപേഴ്സണൽ അവർക്ക് അംഗീകാരവും പ്രശംസയൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങാനും അല്ലെങ്കിൽ അത് കൊടുക്കാനും ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്റ്റേജാണ്. അവർ അല്ലെങ്കിൽ ഏത് രീതിയിൽ പെരുമാറണം അല്ലേ, പിടിച്ചു പറ്റാൻ പറ്റുന്ന സ്റ്റേജല്ല. നമ്മളൊരു കാര്യം ചെയ്താൽ മാത്രമേ നമുക്കതിനുള്ള റിവാർഡ്സ് കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന സ്റ്റേജാണ് ഇൻ്റർപേഴ്സണൽ കോൺകോർഡൻസ് ഓറിയൻറ്റേഷൻ. സ്റ്റേജ് 4ലാണ് കുട്ടിക്കൊരു ലോ ആൻഡ് ഓർഡറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മുടെ നിയമങ്ങളും അതിനെ പറ്റിയിട്ടൊരു അറിവ് ഒരു സ്റ്റേജ് 4ലാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ലെവൽ 3ലാണ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. പോസ്റ്റ് കൺവെൻഷണൽ ലെവലിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്, സദാചാര മൂല്യങ്ങളെയൊക്കെ പറ്റി കുട്ടികൾക്ക് കൂടുതൽ അറിവുണ്ടാകുകയും അതേപോലെ തന്നെ അതിനെ വിലയിരുത്താനൊക്കെ ശ്രമിക്കുന്ന ഒരു സ്റ്റേജാണ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. അതായത് എബവ് 13 ഇയേഴ്സ് 13 വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ ലെവലിൽ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പറയുന്ന സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷൻ, അതായത് നമുക്ക് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു ബോധം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 5 ദ സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റേജ്
സ്റ്റേജിലാണ് നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് അഡോളസൻസ് ഏജ് അല്ലെങ്കിൽ അഡൾട്ട്ഹുഡ് സ്റ്റേജ് അല്ലേ. നീതിയുള്ള കാര്യങ്ങൾ മാത്രമേ കുട്ടികൾ ചെയ്യത്തുള്ളൂ അല്ലേ. കുട്ടികൾ ഒരു 13 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഒരു 10th കഴിഞ്ഞു, +1 +2 കഴിഞ്ഞു, അവർക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി ഒരു ഡീപ്പായിട്ടൊരു അറിവ് കുട്ടികൾക്കുള്ള സ്റ്റേജാണ് ഈ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പൽ ഓറിയൻറ്റേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൾസ്ബർഗിൻ്റെ കാഴ്ചപ്പാടിലൂടെ കോൾസ്ബർഗ് മോറൽ ഡെവലപ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 3 ലെവൽസ് ആയിട്ടാണ്. ഈ 3 ലെവൽസിൻ്റെയും കീഴിലായിട്ട് 2 സ്റ്റേജസ് വീതം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേജിൽ ഉള്ളത്. ഓക്കെ, താങ്ക്